നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ല ജൈവ കൃഷിയിൽ ഉടൻ ലക്ഷ്യം പൂർത്തീകരിക്കുമെന്ന് മന്ത്രി KP മോഹനൻ. ഉത്സവലഹരിയിൽ പടാങ്കോട്ട് പാലം നാടിന് സമർപ്പിച്ചു. കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ കിളിയളത്ത് ഭക്ഷ്യവിഷബാധ, 100ഓളം പേർ ആശുപത്രിയിൽ. സംസ്ഥാനത്ത് ഒറ്റ ദിവസം കൊണ്ട് കോൺഗ്രസ് വാർഡ് കമ്മിറ്റികൾ നിലവിൽ വന്നു. പൂർത്തിയായത് 19,000 കമ്മിറ്റികൾ. വേതന വർധനവിനായി ആചാരസ്ഥാനികർ സമരം തുടങ്ങി. നീലേശ്വരം മലബാർ ദേവസ്വം ബോർഡ് ഓഫീസിന് മുന്നിൽ ഉപവാസ സമരം നടന്നു. അജാനൂർ പഞ്ചായത്തിൽ സേവാഗ്രാം ഗ്രാമകേന്ദ്രങ്ങൾ തുടങ്ങി. പഞ്ചായത്ത് തല ഉദ്ഘാടനം കൊളവയലിൽ നടന്നു. പാലക്കുന്ന് ഭഗവതി ക്ഷേത്രം പൂച്ചക്കാട് പ്രാദേശിക സമിതിയുടെ കുടുംബസംഗമം നടന്നു. ഇടത്തോട് ചോയ്യങ്കോട് റോഡിൽ ദുരിതം, കാലിച്ചാനൊടുക്കത്ത് നാട്ടുകാരുടെ ഉപരോധം. വാർത്തകൾ വിശദമായി. പുല്ലൂർപെരിയയിലെ കൊടവലം ഗ്രാമത്തിന്റെ ഗതാഗത സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമായി. പടാങ്കോട്ട് പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. പതിറ്റാണ്ടുകളായി കാത്തിരിക്കുന്ന കൊടവലത്തുകാരുടെ ഗതാഗത സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് കൊടവലത്തെ പടാങ്കോട്ട് പാലം മന്ത്രി KP മോഹനൻ ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. K. കുഞ്ഞിരാമൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1,30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പടാങ്കോട്ട് പാലം നിർമ്മിച്ചത്. 60 വർഷം മുമ്പ് നിർമ്മിച്ച നടപ്പാലം മാത്രമായിരുന്നു ഇവിടുത്തുകാരുടെ ഏക ആശ്രയം. നടപ്പാലത്തിന്റെ തകർച്ചയോടെയാണ് പടാങ്കോട്ട് പാലത്തിനായി മുറവിളി ഉയർന്നത്. 17 മീറ്റർ നീളവും 8.45 മീറ്റർ വീതിയോടും കൂടിയ പാലമാണ് ഇവിടെ നിർമ്മിച്ചത്. പാലം യാഥാർത്ഥ്യമായതോടെ പാണത്തൂർ, പെരിയ, കാസർഗോഡ് റൂട്ടിൽ 6 കിലോമീറ്റർ ദൂരം കുറഞ്ഞു കിട്ടും. തിങ്കളാഴ്ച രാവിലെ ഉദ്ഘാടന ചടങ്ങിനെത്തിയ മന്ത്രി KP മോഹനനെ നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് സ്വീകരിച്ചു. കുടുംബശ്രീ പ്രവർത്തകർ പഞ്ചാരി മേളത്തോടെയാണ് വരവേറ്റത്. 100 കണക്കിന് കുടുംബശ്രീ പ്രവർത്തകർ സ്വീകരണത്തിൽ പങ്കെടുത്തു. പടാങ്കോട്ട് പാലം വരെ മന്ത്രിയെ ആനയിക്കുകയുണ്ടായി. തുടർന്ന് ആഹ്ലാദാരവങ്ങൾക്കിടയിൽ മന്ത്രി KP മോഹനൻ പാലം ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. കാസർഗോഡ് ജില്ലയിൽ സമ്പൂർണ്ണ ജൈവ കൃഷി ഒരുക്കുന്നതിനുള്ള പ്രവർത്തനം വിജയിച്ചു വരികയാണെന്ന് മന്ത്രി KP മോഹനൻ പറഞ്ഞു. 1,30 ലക്ഷം രൂപ പാലത്തിനും 25 ലക്ഷം രൂപ ഇനി റോഡിനും വേണ്ടി നീക്കിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഗ്രാമീണ മേഖലയിലേക്ക് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചെടുക്കണം. അത് കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ലക്ഷ്യമാണ്. കാരണം ഗ്രാമം മറന്നുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. നമ്മുടെ കേരളത്തെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 140 മണ്ഡലങ്ങളിൽ 10, 20, 30 മണ്ഡലങ്ങൾ മാത്രമേ നഗരത്തിലായിട്ടുള്ളൂ. ബാക്കിയൊക്കെ തന്നെ ഗ്രാമീണ മേഖലയിലാണ്. അപ്പോൾ ഗ്രാമീണ മേഖലയുടെ മുന്നേറ്റം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുടെ ഉന്നതിയാണ്. ആ ഉന്നതി കൈവരിക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് അറിയാമല്ലോ, ഇവിടെ കുടുംബശ്രീ സഹോദരിമാരുണ്ട്, അതോടൊപ്പമുള്ള മറ്റ് സ്വാശ്രയ സംഘങ്ങളൊക്കെ തന്നെയുണ്ട്. അവരൊക്കെ തന്നെ മുൻകൈ എടുത്തിട്ട് ഗ്രാമീണ മേഖലയിലുള്ള മുന്നേറ്റം ഉണ്ടാവുകയും അത് മറ്റുള്ളവർക്ക് ഗുണകരമായിട്ട് വരികയും ഉൽപാദന മേഖലയിലടക്കം കടന്നു ചെന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഇന്ന് എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം നല്ല ജനകീയമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്. K. കുഞ്ഞിരാമൻ MLA അധ്യക്ഷനായി. പാലം അനുവദിക്കുന്നതിനായി മുൻകൈയെടുത്ത് പ്രവർത്തിച്ച K. കുഞ്ഞിരാമൻ MLAക്ക് കൊടവലം സംഗമം ക്ലബിന്റെ ഉപഹാരം കൈമാറി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TS സിന്ധു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനു ഗംഗാധരൻ, ജനപ്രതിനിധികളായ TV കരിയൻ, കരീം കുണിയ, വിനോദ് കുമാർ പള്ളയിൽ വീട്, ശൈലജ, V. നാരായണൻ മാസ്റ്റർ, AV രാമകൃഷ്ണൻ, MK ബാബുരാജ്, കുഞ്ഞിരാമൻ മാരാംവളപ്പിൽ, മുസ്തഫ പാറപ്പള്ളി, MV നാരായണൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ സ്വാഗതവും അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രകാശ് നന്ദിയും പറഞ്ഞു. കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ കിളിയളത്ത് ഭക്ഷ്യവിഷബാധ. കിളിയളം സുബ്രഹ്മണ്യം കോവിലിലെ ആണ്ടിയൂട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന അന്നദാനത്തിൽ പങ്കെടുത്തവർക്കാണ് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായത്. 100-ലധികം പേർ നീലേശ്വരം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് കടുത്ത തലവേദനയും ഛർദിയും ബാധിച്ച് ആളുകൾ ആശുപത്രിയിൽ എത്തി തുടങ്ങിയത്. കൂടുതലും പിഞ്ചു കുഞ്ഞുങ്ങളായിരുന്നത് ആശങ്ക വർദ്ധിപ്പിച്ചു. താലൂക്ക് ആശുപത്രിയിലെത്തിയവർക്ക് ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ V. സുരേഷിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ അരുൺ, ഡോക്ടർ പ്രിയ, ഡോക്ടർ അമ്പിളി, ഡോക്ടർ ശാരദ എന്നിവർ ഉൾപ്പെട്ട സംഘം അടിയന്തര ചികിത്സ നൽകി. ഡെപ്യൂട്ടി DMO ഡോക്ടർ E. മോഹനൻ, പകർച്ചവ്യാധി നിയന്ത്രണത്തിന്റെ ചുമതല വഹിക്കുന്ന ജില്ലാതല സാങ്കേതിക സമിതിയിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് അബ്ദുൽ ഖാദർ എന്നിവർ സ്ഥലത്തെത്തി സ്ഥിതി വിലയിരുത്തി. വട്ടക്കലിലെ ശോഭനന്റെ മകൻ 4 വയസ്സുകാരൻ ദേവർഷ് ഉൾപ്പെടെ 15ഓളം പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശേഷിക്കുന്ന 80-ലധികം പേരെ പ്രഥമ ശുശ്രൂഷ നൽകി വിട്ടു. ഭക്ഷ്യവിഷബാധ
നമുക്ക് നമ്മൾ ആരോഗ്യവകുപ്പ് നല്ല നിലയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും കുറച്ച് പേർക്ക് ഇതിൻ്റെ അസുഖം ബാധിച്ച് നിരസത്തിലുള്ള 2 പ്രൈവറ്റ് ഹോസ്പിറ്റലും താലൂക്ക് ഹോസ്പിറ്റലും ഉണ്ട്. 30ഓളം പേരുണ്ട്. ആർക്കും തന്നെ ഒരു തരത്തിലും കൂടുതലായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാവർക്കും ചെറിയ രീതിയിലെ വൊമിറ്റിങ്ങും അതുപോലെ ഫീവറും മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെ ഇന്ന് തന്നെ ഈ റിപ്പോർട്ട് കിട്ടിയതിനനുസരിച്ച് നമ്മളെല്ലാവരും സ്റ്റാഫ് മീറ്റിംഗ് കൂടി അതിൻ്റെ കാര്യങ്ങളെല്ലാം ചോക്കൗട്ട് ചെയ്ത് കമ്മിറ്റിയെ പ്രത്യേകം അവരുടെ ഉത്തരവാദിത്തം അവരെ ഏറ്റെടുപ്പിച്ചുകൊണ്ട് നല്ല നിലയിൽ വീടുകളിൽ എല്ലാ സ്ഥലങ്ങളിലും കയറിറങ്ങി കൃത്യമായി ഒരു സർവേ നിലയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. അതിൽ എവിടെയും യാതൊരു തരത്തിലും ഒരു പരാതി ആ രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല. ഏതോ നമ്മൾ ഭക്ഷണ അവശിഷ്ടങ്ങൾ നമുക്ക് സാമ്പിൾ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും നമുക്ക് വെള്ളം മറ്റും സാമ്പിൾ പരിശോധനയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. ഭക്ഷണ കാര്യങ്ങളിൽ യാതൊരു തരത്തിലും നമുക്കൊരു നെഗറ്റീവായി യാതൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. കിളിയളം സുബ്രഹ്മണ്യം കോവിൽ ആണ്ടിയൂട്ട് ഉത്സവത്തിന്റെ ഭാഗമായുള്ള അന്നദാനത്തിൽ പങ്കെടുത്തവർക്കാണ് അസ്വസ്ഥതയുണ്ടായത്. സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്ന് ആശങ്കപ്പെടാനില്ലെന്നും ഡോക്ടർ വി സുരേശൻ പറഞ്ഞു. ആശുപത്രിയിൽ ചികിത്സയിലുള്ളവർക്ക് ക്ഷീണത്തിനുള്ള മരുന്ന് മാത്രമാണ് നൽകുന്നത്. കിളിയളത്തെ അമ്മു, ആര്യ, വരഞ്ഞൂരിലെ അശ്വിൻ, പയ്യൻകുളത്തെ ദീപിക, മേലഞ്ചേരിയിലെ സുജിത്ത്, കൂവാറ്റി ആനക്കലിലെ നവ്യ, കൊല്ലംപാറയിലെ സാവിത്രി, നിവേദിത, വട്ടപ്പൊയിലെ ഹൃദയലക്ഷ്മി എന്നിവരാണ് ചികിത്സയിലുള്ളത്. കിനാനൂർ കരിന്തളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ലക്ഷ്മണൻ ഇവരെ സന്ദർശിച്ചു. കിളിയളം കോവിലിൽ നിന്നും ഭക്ഷണം കഴിക്കാത്തവരും ചികിത്സ തേടിയവരിൽ ഉൾപ്പെടുന്നു. സംസ്ഥാനത്ത് കോൺഗ്രസിന് 19,000 വാർഡ് കമ്മിറ്റികൾ നിലവിൽ വന്നു. ഒറ്റ ദിവസം കൊണ്ടാണ് വാർഡ് കമ്മിറ്റികൾ രൂപീകരിച്ചത്. സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിക്ക് ഞായറാഴ്ച ഏക ദിവസം കൊണ്ട് പൂർത്തീകരിച്ചത് 19,000 വാർഡ് കമ്മിറ്റികൾ. 4 ലക്ഷത്തോളം ഭാരവാഹികളും നിലവിൽ വന്നു. KPCCയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാനത്തൊട്ടുക്ക് കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി കമ്മിറ്റി രൂപീകരണത്തിനായി രംഗത്തിറങ്ങുകയായിരുന്നു. കാഞ്ഞങ്ങാട് നഗരസഭയിൽ 32 വാർഡുകളിലും കമ്മിറ്റികൾ നിലവിൽ വന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വമേകി. ഓരോ വാർഡിലും പ്രസിഡന്റ്, 2 വൈസ് പ്രസിഡന്റുമാർ, ട്രഷറർ, 5 ജനറൽ സെക്രട്ടറിമാർ, 12 എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഉൾപ്പെടെ 21 അംഗ സമിതിയെയാണ് തെരഞ്ഞെടുത്തത്. വേതന വർധനവുൾപ്പെടെ ആചാരസ്ഥാനികരുടെ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ച് SNDP പ്രക്ഷോഭ രംഗത്തേക്ക്. നീലേശ്വരത്തെ മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ ആചാരസ്ഥാനികർ ഉപവസിച്ചു. പ്രതിമാസ വേതനം 5000 രൂപയാക്കുക, 8 മാസത്തെ വേതന കുടിശ്ശിക വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപവാസ സമരം. SNDP യോഗം കൗൺസിലർ KK ധനേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നീലേശ്വരം പാലക്കാട്ട് പുതിയ പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിലെ വെള്ളവയലൻ കുഞ്ഞിക്കണ്ണൻ കാരണവർ ഭദ്രദീപം കൊളുത്തി. ഈ നാടിന്റെ മാറ്റത്തിന് വേണ്ടി, അനീതിക്ക് വേണ്ടി, തിന്മയ്ക്ക് വേണ്ടി, അനാചാരങ്ങൾക്ക് വേണ്ടി ഒക്കെ സമരമുഖത്ത് നിന്ന് പ്രവർത്തിച്ചത് SNDP യോഗം. അത് കണ്ടുകൊണ്ടാണ് ഇവിടെ രാഷ്ട്രീയ മുതലെടുത്ത് ആ പേരും വാശിയുമാണ് ഇന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മുതൽക്കൂട്ടായത്. യോഗം ഇൻസ്പെക്ടിംഗ് ഓഫീസർ PT ലാലു അധ്യക്ഷനായി. ഉദനൂർ സുകുമാരൻ, വിവിധ യൂണിറ്റുകളുടെ ഭാരവാഹികളായ K നാരായണ, ഗണേഷ് പാറക്കട്ട, KV ബാലകൃഷ്ണൻ, ജയാനന്ദൻ പാലക്കുന്ന്, K കുമാരൻ, A സുകുമാരൻ, PS സോമനാഥൻ, VV ജയരംഗൻ മാസ്റ്റർ, PV വേണുഗോപാലൻ എന്നിവർ സംസാരിച്ചു. വേതന വിതരണത്തിന് ബജറ്റിൽ പ്രത്യേക ഫണ്ട് വകയിരുത്തണമെന്നും പുതിയ അപേക്ഷകൾ സ്വീകരിക്കണമെന്നും SNDP ആവശ്യപ്പെട്ടു. അജാനൂർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ സേവാഗ്രാം ഗ്രാമകേന്ദ്രങ്ങൾ തുടങ്ങി. 16ാം വാർഡിലെ ഗ്രാമകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഗ്രാമതലത്തിൽ സേവന സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനാണ് സേവാഗ്രാം ഗ്രാമകേന്ദ്രങ്ങൾ തുടങ്ങുന്നത്. ഓരോ വാർഡിലും ഗ്രാമകേന്ദ്രങ്ങൾ തുടങ്ങാനാണ് തീരുമാനം. മഹാത്മാഗാന്ധിയുടെ സ്വപ്നമായ ഗ്രാമസ്വരാജ് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഗ്രാമകേന്ദ്രങ്ങൾ തുടങ്ങുന്നത്. അജാനൂർ പഞ്ചായത്തിലെ ഗ്രാമകേന്ദ്രങ്ങളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കൊളവയൽ പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് PP നസീമ ടീച്ചർ ഗ്രാമകേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ വെച്ച് വിവിധ അപേക്ഷ ഫോറങ്ങൾ, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന വിവിധ സേവനങ്ങളെ കുറിച്ചുള്ള അറിയിപ്പ് നൽകുന്ന നോട്ടീസ് ബോർഡ് എന്തിനൊക്കെ കേന്ദ്രമാണ് ഈ ഗ്രാമകേന്ദ്രം എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് അതിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ലഭിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ഇതിൽ കൃത്യമായിട്ട് നമുക്ക് ഇതിന്റെ തുടക്കത്തിൽ
അംഗൻവാടി കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്താൻ വേണ്ടിയുള്ള ഒരു തീരുമാനമാണ് എല്ലാ വാർഡുകളിൽ നിന്നുണ്ടായത്. പിന്നീട് ഇതിൽ 1000 രൂപ നിശ്ചയിച്ചുകൊണ്ട് ചാർജുള്ള ഒരാൾക്ക് ചാർജ് കൊടുത്തുകൊണ്ട് അവിടെ നിയമിക്കാം എന്നുള്ള ഒരു തീരുമാനം ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടായതായി മനസ്സിലാക്കുന്നു. അതിന്റെ ഓർഡറൊന്നും ഇറങ്ങിയിട്ടില്ല, പക്ഷെ ഉണ്ടാവുമെന്ന് കരുതുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് 3 മണി മുതലാണ് ഇതിന്റെ പ്രവർത്തനം ഉണ്ടാവുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ അധ്യക്ഷനായി. പഞ്ചായത്ത് സെക്രട്ടറി VN സുരേഷ് വിഷയം അവതരിപ്പിച്ചു. വാർഡംഗങ്ങളായ ഷീബ ഉമർ, കാർത്തിയായണി, സുജാത, ചഞ്ചലാക്ഷി, CH മുഹമ്മദ് കുഞ്ഞി, നസീമ മജീദ് എന്നിവർ സംസാരിച്ചു. വാർഡംഗം മുഹമ്മദ് കുഞ്ഞി മാഹിൻ സ്വാഗതം പറഞ്ഞു. കാസർഗോഡ് ജില്ലാ സഹകരണ ബാങ്ക് മാവുങ്കാൽ ശാഖ ഉദ്ഘാടനം ചെയ്തു. മാവുങ്കാൽ സലൂജ കോംപ്ലക്സിലാണ് ശാഖ പ്രവർത്തനം ആരംഭിച്ചത്. കാസർഗോഡ് ജില്ലാ സഹകരണ ബാങ്കിന്റെ 42ാമത് ശാഖ മാവുങ്കാൽ സലൂജ കോംപ്ലക്സിൽ പ്രവർത്തനം തുടങ്ങി. ജില്ലാ ബാങ്ക് പ്രസിഡന്റ് PC രാമൻ ശാഖ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ നമ്മൾ ഈ ഓണർ പോയി പറഞ്ഞാൽ ആരും നിഷേധിക്കുന്നില്ല, പറയുന്നത് സത്യവും ശരിയുമാണ് എന്ന് വിശ്വസിച്ച് മെമ്പർഷിപ്പ് എടുത്ത് സഹായങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഈ ബാങ്കിൽ എത്ര തന്നെ പ്രവർത്തിയാലും അഭിനന്ദിച്ചാലും മതിയാകില്ല എന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. പിന്നീട് നമ്മുടെ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ, കാസർഗോഡ് ജില്ലാ സഹകരണ ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥന്മാർ സമർത്ഥന്മാരായ ഉദ്യോഗസ്ഥന്മാരാണ്. ബാങ്കിങ് മേഖല ഇന്ന് വളർന്ന് പന്തലിച്ച ഒരു കാലഘട്ടത്തിൽ അതിനോടൊപ്പം ഇടപിടിക്കുവാനും അതിനോടൊപ്പം നിന്നുകൊണ്ട് പൊരുതുവാനും അതിൽ അതിജീവിക്കുവാനും കഴിയാവുന്ന പ്രഗത്ഭരായ ഉദ്യോഗസ്ഥന്മാരാണ് കാസർഗോഡ് ജില്ലാ സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാർ. ജനറൽ മാനേജർ A അനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PP നസീമ ടീച്ചർ സ്ട്രോങ് റൂം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് K വെളുത്തമ്പു ആദ്യ നിക്ഷേപം സ്വീകരിച്ചു. ഡെപ്യൂട്ടി രജിസ്ട്രാർ M വിജയൻ ആദ്യ വായ്പ വിതരണം ചെയ്തു. വാർഡംഗങ്ങളായ സുജാത, ചഞ്ചലാക്ഷി, ബാലകൃഷ്ണൻ, ജ്യോതിഷ് ജഗന്നാഥ, PK കാർത്തിയായണി, K വിശ്വനാഥൻ, അഡ്വക്കേറ്റ് TK സുധാകരൻ, UV ഭവാനി, മടിക്കെ കമ്മാരൻ, AV സഞ്ജയൻ, A ദാമോദരൻ, VK ഉണ്ണികൃഷ്ണൻ, K ശശിധരൻ, KS സുജാത, PS ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. തച്ചങ്ങാട് ബാലകൃഷ്ണൻ സ്വാഗതവും PV ചന്ദ്രമോഹനൻ നന്ദിയും പറഞ്ഞു. കയ്യൂർ ചീമേനി പഞ്ചായത്ത് ISO സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി. സമർപ്പണവും ഔദ്യോഗിക പ്രഖ്യാപനവും മന്ത്രി KP മോഹനൻ നിർവഹിച്ചു. പഞ്ചായത്തിന് ലഭിച്ച ഈ അംഗീകാരം തുടർ പ്രവർത്തനങ്ങൾക്ക് കരുത്ത് പകരട്ടെയെന്ന് മന്ത്രി ആശംസിച്ചു. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് ISO സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി. പഞ്ചായത്ത് ഓഫീസിലെത്തുന്ന ജനങ്ങൾക്ക് മികച്ച സേവനം അതിവേഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ വിവിധ സേവന സംവിധാനങ്ങൾ ഒരുക്കിയതിനാണ് ഈ അംഗീകാരം. ഇതോടെ ISO സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന സംസ്ഥാനത്തെ 30 പഞ്ചായത്തുകളിലൊന്നായി കയ്യൂർ ചീമേനി. അന്താരാഷ്ട്ര അംഗീകാരമായ ISO 9001-2008 സർട്ടിഫിക്കറ്റാണ് ഈ പഞ്ചായത്തിന് ലഭിച്ചത്. ISO സർട്ടിഫിക്കറ്റ് കൃഷിമന്ത്രി KP മോഹനൻ കൈമാറി. ഒരുപാട് ആളുകളെയൊക്കെ തന്നെ ഇവിടെ നിർത്തി നമ്മുടെ പഞ്ചായത്തിന്റെ എന്താ പറയുക എല്ലാ രംഗത്തുമുള്ള പ്രവർത്തനം അവിടെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ പറയുമ്പോൾ തന്നെ ഇവിടെ ആളുകളെ എത്തിക്കാൻ അതാണ് ക്വാളിറ്റി മാനേജ്മെന്റ്. ആ മാനേജ്മെന്റാണ് നമുക്ക് വേണ്ടത്. ഒരു ലീഡർഷിപ്പിലേക്ക് പഞ്ചായത്തും പഞ്ചായത്ത് ജനപ്രതിനിധികളും ഒക്കെ തന്നെ എത്തിച്ചേരുക. അങ്ങനെ ലീഡർഷിപ്പിൽ എത്തിച്ചേരുന്നതുകൊണ്ട് മാനേജ് ചെയ്യുമ്പോൾ അതിനൊരു ക്വാളിറ്റി ഉണ്ടാകണം. ആ ക്വാളിറ്റിയാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത്. എന്തായാലും അർഹമായ ഒരു സർട്ടിഫിക്കറ്റാണ് ഈ പഞ്ചായത്തിന് ലഭിച്ചിരിക്കുന്നത്. അതിന് ഞാനും നമ്മുടെ ഗവൺമെന്റും ഒക്കെ തന്നെ എല്ലാ അർത്ഥത്തിലും അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇതിന്റെ ഒരു അംഗീകാരം ഇന്ന് ഇവിടെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അതിന്റെ സർട്ടിഫിക്കറ്റ് കൂടി നൽകിയിട്ടുണ്ട്. പ്രൊഡക്ഷൻ മേഖലയിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ചിന്തിച്ചത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് മാത്രമാണ്. ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തും. നമുക്കിപ്പോൾ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലകളിലും. അപ്പൊ അങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രൊഡക്ഷൻ മേഖലയിൽ നമ്മൾ ചെയ്തുകൊണ്ട് ഉത്പാദന മേഖലയിൽ നമ്മൾ നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഈ പഞ്ചായത്തിൽ ആവശ്യമുള്ള മുഴുവൻ ഉൽപ്പന്നങ്ങളും നമ്മുടെ പഞ്ചായത്തിൽ ഇത്ര ആളുകളുണ്ടല്ലോ അവർക്ക് ലഭിക്കേണ്ട പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, ഇറച്ചി, കോഴി, മുട്ട ഒക്കെ തന്നെ നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കാൻ കഴിയുന്ന അതിനെല്ലാ സഹായങ്ങളും, അതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട, എന്ത് സഹായങ്ങൾ വേണമെങ്കിൽ നമ്മൾ ചെയ്തു തന്നാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV ഗോവിന്ദൻ അധ്യക്ഷനായി. റിക്കാർഡ് റൂം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ശ്യാമളാദേവി ഉദ്ഘാടനം ചെയ്തു. ഉദുമ MLA K കുഞ്ഞിരാമൻ, ഡോക്ടർ ബേബി തോമസ്, V കുഞ്ഞിക്കണ്ണൻ, P ജനാർദ്ദനൻ, M ശാന്ത, M രാജഗോപാലൻ, U രാഘവൻ, MV ഗീത, K സുകുമാരൻ, K ലക്ഷ്മി, KP വത്സരൻ, YMC ചന്ദ്രശേഖരൻ, N ഷാഹുൽ ഹമീദ, KV കൃഷ്ണൻ, PK അബ്ദുൽ ഖാദർ എന്നിവർ സംസാരിച്ചു.
പഞ്ചായത്ത് പ്രസിഡന്റ് എം ബാലകൃഷ്ണൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് MPV ജാനകി നന്ദിയും പറഞ്ഞു. ചീമേനി സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് നിന്നും വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ വർണ്ണാഭമായ സ്വീകരണ ഘോഷയാത്രയും നടന്നു. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് യൂത്ത് വിംഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരാറുകാർ കൂട്ട ഉപവാസവും പ്രതിഷേധ പ്രകടനവും നടത്തി. കാസർഗോഡ് PWD ഓഫീസ് പരിസരത്താണ് പ്രതിഷേധ സമരം നടന്നത്. കരാറുകാരുടെ 14 മാസത്തെ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, ഷെഡ്യൂൾ റൈറ്റ്, EMD, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നിവയിൽ ചെറുകിട കരാറുകാരോടുള്ള അവഗണന അവസാനിപ്പിക്കുക, LSGDയിലെ കരാറുകാരുടെ പേയ്മെന്റ് സംവിധാനം പഴയതുപോലെ നിലനിർത്തുക, 1 കോടി രൂപ വരെയുള്ള പ്രവർത്തികൾക്ക് ഡിപ്പാർട്ട്മെന്റ് തന്നെ ടാർച്ച് ചെയ്യുക, മാനുവൽ പരിഷ്കരണത്തിലെ അപാകതകൾ പൂർണ്ണമായും പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിൽ കരാറുകാർ കൂട്ട ഉപവാസം നടത്തിയത്. PWD ഓഫീസിന് മുന്നിൽ നടന്ന സമരം ഉദുമ MLA K. കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെ കുടുംബാംഗങ്ങളും അതുപോലെ മറ്റ് സർക്കാരിൻ്റെയും സാമൂഹിക രംഗത്ത് പണിയെടുക്കുന്ന മറ്റുള്ളവരുടെയും കാര്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടുന്ന ഒരു വലിയ വിംഗാണ് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് എന്ന് പറയുന്നത്. ആ പൊതുമരാമത്ത് വകുപ്പിലൂടെ സർക്കാരുകളുണ്ടാക്കിയ ഇതിന് പ്രകാരം പണിയെടുത്തിട്ടുള്ള ദിവസം പണി പൂർത്തീകരിച്ച് ബില്ലെഴുതിയാൽ ബില്ല് തരണം എന്ന വ്യവസ്ഥ നമ്മുടെ സർക്കാരാകെ ലംഘിച്ചതിന് ഫലമായിട്ടാണ് നിങ്ങളിപ്പോഴും ഇതിന് മുമ്പേയും ഇങ്ങനെ ഒരു സമരത്തിൽ ഏർപ്പെടേണ്ടി വന്നത്. യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് നസീർ പട്ടുവത്തിൽ അധ്യക്ഷത വഹിച്ചു. കലക്ടർ ഇബ്രാഹിം V. അബൂബക്കർ, ബേർക്ക അബ്ദുള്ള കുഞ്ഞി, VV മനോജ് കുമാർ, സന്ദീപ് ലോട്ടസ്, നിസാർ കലക്ടർ, ജാസിർ ചെങ്കള തുടങ്ങിയവർ സംസാരിച്ചു. ഇടത്തോട് ചോയ്യങ്കോട് റോഡിലെ യാത്രാ ദുരിതം പരിഹരിക്കണമെന്ന ആവശ്യം. കാലിച്ചാനടുക്കത്ത് റോഡ് ഉപരോധിച്ചു. തകർന്നു കിടക്കുന്ന ഇടത്തോട് ചോയ്യങ്കോട് റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കായക്കുന്ന് ജനകീയ വികസന സമിതിയുടെ നേതൃത്വത്തിലാണ് സമരം നടന്നത്. കാലിച്ചാനടുക്കം ടൗണിൽ റോഡ് ഉപരോധ സമരം നടന്നു. ഉപരോധ സമരം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് MV കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. എന്നാൽ പല നൂലാമാലകളിലും സാങ്കേതിക പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് ഇനിയും അത് പ്രാവർത്തികമാവാതെ അങ്ങനെ ഒരു നീണ്ടു പോവുകയാണ്. ഇതിനൊക്കെ ജനശ്രദ്ധ ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ മറ്റ് ഗവൺമെൻറ് മറ്റ് ഇതര സ്ഥാപനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് ഇത്തരം ഒരു ധർണാ സമരം വളരെ അത്യാവശ്യമാണ് എന്ന കാര്യത്തിൽ ഞങ്ങളുടെ വ്യാപാരി കമ്മിറ്റിയിലടക്കം ചർച്ച ചെയ്ത കാര്യമാണ്. എന്തായാലും അതിന് കായക്കുന്ന് ജനകീയ വികസന സമിതി മുൻകൈയെടുത്തതിൽ അഭിനന്ദനീയമായ ഒരു കാര്യമാണ്. EG ബാബുരാജ് അധ്യക്ഷനായി. CB മേക്കുന്നേൽ, M. ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കല്യാൺ റോഡ് കൈരളി കലാ കായിക കേന്ദ്രത്തിന്റെ 19ാം വാർഷികാഘോഷം 22-ന് തുടങ്ങും. ലോഗോ പ്രകാശനം ചെയ്തു. കല്യാൺ റോഡ് കൈരളി കലാകേന്ദ്രത്തിന്റെ 19ാം വാർഷികാഘോഷം മാർച്ച് 22 മുതൽ മെയ് 3 വരെ നടക്കും. 22-ന് ഉത്തരമേഖല കമ്പവലി മത്സരം നടക്കും. 23-ന് രാവിലെ 9 മണിക്ക് മംഗലാപുരം KMCയുമായി സഹകരിച്ച് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ലോഗോ പ്രകാശനം ചെയ്തു. ഫോക്ലോർ അവാർഡ് ജേതാവ് ദാമോദര പണിക്കർ ലോഗോ പ്രകാശനം നിർവഹിച്ചു. അജയകുമാർ നെല്ലിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. രാജീവൻ, രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഭരതൻ കല്യാൺ റോഡ് സ്വാഗതം പറഞ്ഞു. പാലക്കുന്ന് ഭഗവതി ക്ഷേത്രം പൂച്ചക്കാട് പ്രാദേശിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമവും ആദരിക്കൽ ചടങ്ങും നടന്നു. പൂച്ചക്കാട് തായത്ത് തറവാട്ടിൽ വെച്ചാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. പാലക്കുന്ന് ഭഗവതി ക്ഷേത്ര കഴകത്തിൽപ്പെട്ട പൂച്ചക്കാട് പ്രാദേശിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. ചടങ്ങിൽ ക്ഷേത്രഭരണത്തിന് ദീർഘകാലം നേതൃത്വമേകിയ CH നാരായണൻ, പാത്തിക്കാൽ കൃഷ്ണൻ, വാസു പാലക്കുന്ന് എന്നിവരെ ആദരിച്ചു. പാലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിന്റെ മുഖ്യകർമ്മി PV സുനീഷ് പൂജാരി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക സമിതികളും അല്ലെങ്കിൽ അതിന്റെ ജനറൽ ബോഡിയും ഒക്കെ വിളിച്ചാൽ ഏതായാലും വിരലിലുണ്ടാവുന്ന അംഗങ്ങളെ മാത്രം സംഘടിപ്പിക്കാൻ സാധിക്കുന്ന പ്രദേശങ്ങളാണ് പലതും നമ്മുടെ 30 പ്രാദേശിക സമിതികളിൽ. എന്നാൽ വളരെ ആത്മാർത്ഥമായി എല്ലാ വീടുകളും ഇറങ്ങി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കത്ത് കൊടുത്ത് വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ആയിരിക്കാം ഒരുപക്ഷെ ഇത്രയും അംഗങ്ങളെ ഈ യോഗത്തിൽ നിങ്ങൾക്ക് സംബന്ധിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. പൂച്ചക്കാട് പ്രാദേശിക സമിതിയെ സംബന്ധിച്ചിടത്തോളം വളരെ വർഷങ്ങളായി നല്ല സജീവമായി പ്രവർത്തിക്കുന്ന ഒരു പ്രാദേശിക സമിതിയാണ്. ഞാൻ ആദ്യമായി ഭാരവാഹിയായിരിക്കുന്ന കാലത്തൊക്കെ പൂച്ചക്കാട് പ്രദേശം ഒന്നും ഒരു സജീവ പ്രദേശമായിരുന്നില്ല. പാലക്കുന്ന് ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രാദേശിക സമിതി പ്രസിഡന്റ് P. കുട്ട്യൻ അധ്യക്ഷനായി.
ടി കണ്ണൻ, കെ കുഞ്ഞിക്കണ്ണൻ, പി കുമാരൻ ജോളി നഗർ, ടി ബാലകൃഷ്ണൻ കണ്ണംവയൽ, CH നാരായണൻ, വാസു പാലക്കുന്ന്, പി രാജൻ, സുകുമാരൻ പൂച്ചക്കാട്, CH രാഘവൻ, അടുക്കത്തിൽ ദാമോദരൻ, MV രവീന്ദ്രൻ, ഗണേശൻ തായത്ത്, VV കോരൻ, A മധു, പ്രഭു മൊട്ടഞ്ചിറ, K മോഹനൻ എന്നിവർ സംസാരിച്ചു. വീരപഴശ്ശി ഗ്രാമസേവാ സമിതി വെള്ളിക്കോത്തും പുനർജനി UAE കമ്മിറ്റിയും സംയുക്തമായി കബഡി ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. മാർച്ച് 15 മാവുങ്കാലിൽ വെച്ചാണ് കബഡി ഫെസ്റ്റ് നടക്കുന്നത്. വെള്ളിക്കോത്ത് വീരപഴശ്ശി ഗ്രാമസേവാ സമിതി, പുനർജനി UAE കമ്മിറ്റി എന്നിവയുടെ നേതൃത്വത്തിലാണ് കബഡി ഫെസ്റ്റ് ഒരുക്കുന്നത്. മാർച്ച് 15 മാവുങ്കാലിൽ സംഘടിപ്പിക്കുന്ന കബഡി ഫെസ്റ്റിന്റെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം നടന്നു. വെള്ളിക്കോത്ത് കുമാരൻ കോമരം ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. വെള്ളിക്കോത്ത് വീരപഴശ്ശി ഗ്രാമസേവാ സമിതിയുടെ ഒരു ചിരകാല അഭിലാഷം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 2015 കബഡി ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ഒരു നാടിൻ്റെ വികസനം, ആ നാട്ടിലെ ജനസമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കബഡി ഫെസ്റ്റ് നമ്മൾ നടത്തുന്നത്. നല്ലതായിട്ടൊരു അന്തരീക്ഷമാണ് ഇന്ന് നമുക്കിവിടെ കാണാൻ. കാരണം ജനങ്ങളെ ആകെ ഉഷ്ണം കൊണ്ട്, ചൂട് കൊണ്ട് വളരെയധികം വീർപ്പ് മുട്ടുന്ന ഒരു സമയത്താണ് നല്ല രീതിയിലൊരു മഴയാണ് ഇവിടെ പെയ്തത്. നമ്മൾക്ക് തണുപ്പേകി തന്നിരിക്കുകയാണ് പ്രകൃതി തന്നെ. അതുപോലെ നല്ലൊരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ഇതിൻ്റെ ഉദ്ഘാടനം, ഈ സംഘാടക സമിതിയുടെ ഉദ്ഘാടനം. രാജു മൂലക്കണ്ടം അധ്യക്ഷനായി. വാർഡംഗം K ബാലകൃഷ്ണൻ സംസാരിച്ചു. കബഡി താരം അജിത് നാഥ് ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങി. MV സുധീന്ദ്രൻ സ്വാഗതവും C പ്രശാന്ത് നന്ദിയും പറഞ്ഞു. കണ്ണാടിക്കൂട്ടിലിരുന്ന് ഭരണം നടത്തുന്ന അധികൃതർക്ക് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കില്ലെന്ന് NA നെല്ലിക്കുന്ന് MLA പറഞ്ഞു. മഞ്ചേശ്വരം ഹൊസങ്കടിയിൽ നടന്ന ചെങ്കൽ ക്വാറി ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണുവാൻ സർക്കാരുകൾക്ക് സാധിക്കുന്നില്ല. സർക്കാർ ജോലിക്കാർക്ക് നൽകുന്ന പരിഗണനയും ശ്രദ്ധയും തൊഴിലാളികൾക്കും ലഭ്യമാക്കണം. രാജ്യത്ത് വികസനമുണ്ടാകണമെങ്കിൽ സമൂഹത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾക്കാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും NA നെല്ലിക്കുന്ന് MLA പറഞ്ഞു. ഇങ്ങനെ ജനങ്ങളുടെ നിശ്ചിതമായ വിമർശനങ്ങൾക്ക് എല്ലായ്പ്പോഴും വിധേയരാകാറുണ്ട്. ആ വിമർശനങ്ങളും ആ കുറ്റപ്പെടുത്തലുകളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില സമയത്ത് ആ വിമർശനങ്ങൾക്ക് ന്യായീകരണം ഉണ്ടായിരിക്കും. ചില സമയത്ത് ഒരു ന്യായീകരണവുമില്ലാതെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെയും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളെയും ആളുകൾ കുറ്റപ്പെടുന്നു. ചെങ്കൽ ക്വാറി ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് M വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംഘടനാ നേതാക്കളായ രാഘവൻ വെളുത്തോളി, മണികണ്ഠൻ, K സുധാകര എന്നിവർ സംസാരിച്ചു. മഞ്ചേശ്വരം പഞ്ചായത്ത് പ്രസിഡന്റ് മുസ്തഫ് ജഹാൻ, ഹർഷാദ് വോർക്കാടി, വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളായ KR ജയാനന്ദ, രാമകൃഷ്ണ കടമ്പാർ, സുരേഷ് കുമാർ ഷെട്ടി എന്നിവർ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ഹൊസങ്കടി ഹിൽസൈഡ് ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ അബ്ദുൽ കരീം സാഹിബ് നഗറിലായിരുന്നു സമ്മേളനം നടന്നത്. സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം തിങ്കളാഴ്ച രാവിലെ വിളംബര ഘോഷയാത്രയും നടത്തി. മുത്തുകുടകൾ, പഞ്ചവാദ്യങ്ങൾ, ചെണ്ടമേളം എന്നിവ ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചു. നാടിന്റെ നാനാദിക്കിൽ നിന്നുമായി നൂറുകണക്കിന് പേർ വിളംബര ഘോഷയാത്രയിൽ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കോട്ടക്കടവ് മുത്തപ്പൻ മടപ്പുര നവീകരണ പുനഃപ്രതിഷ്ഠ തിരുവപ്പന മഹോത്സവത്തിന് ഒരുക്കങ്ങളായി. മുത്തപ്പൻ ദേവപ്രതിഷ്ഠ ഭക്തിയുടെ നിറവിൽ നടന്നു. കോട്ടക്കടവ് മുത്തപ്പൻ മടപ്പുരയിൽ നവീകരണ പുനഃപ്രതിഷ്ഠ തിരുവപ്പന ഉത്സവത്തിന്റെ ഭാഗമായി കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു. നിലാങ്കര കുതിരക്കാളി ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും അരയി എരത്തുമുണ്ടിയ ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച കലവറ നിറക്കൽ ഘോഷയാത്രയിൽ നൂറുകണക്കിന് ആളുകൾ അണിചേർന്നു. തുടർന്ന് ആവിക്കര രവി മടയന്റെ കാർമ്മികത്വത്തിൽ മുത്തപ്പൻ ദേവപ്രതിഷ്ഠ നടന്നു.
ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ തിരുവപ്പന വെള്ളാട്ടം നടക്കും. അന്നദാനവും ഉണ്ടാകും. മടിയൻ അത്തിക്കൽ തറവാട് കളിയാട്ടത്തിന് സമാപനം. അനുഗ്രഹം ചൊരിഞ്ഞ് തെയ്യങ്ങൾ അരങ്ങിലെത്തി. മടിയൻ അത്തിക്കൽ തറവാട് നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ടോത്സവത്തിന് ഭക്തി നിർഭരമായ സമാപനം. കളിയാട്ടത്തിന്റെ ഭാഗമായി രക്തേശ്വരിയമ്മ, കാർന്നോൻ തെയ്യം, വിഷ്ണുമൂർത്തി തെയ്യങ്ങൾ അരങ്ങിലെത്തി. അനുഗ്രഹം തേടി നൂറുകണക്കിന് ഭക്തർ എത്തിച്ചേർന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ല ജൈവ കൃഷിയിൽ ഉടൻ ലക്ഷ്യം പൂർത്തീകരിക്കുമെന്ന് മന്ത്രി KP മോഹനൻ. ഉത്സവലഹരിയിൽ പടാങ്കോട്ട് പാലം നാടിന് സമർപ്പിച്ചു. കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ കിളിയളത്ത് ഭക്ഷ്യവിഷബാധ. 100ഓളം പേർ ആശുപത്രിയിൽ. സംസ്ഥാനത്ത് ഒറ്റ ദിവസം കൊണ്ട് കോൺഗ്രസ് വാർഡ് കമ്മിറ്റികൾ നിലവിൽ വന്നു. പൂർത്തിയായത് 19,000 കമ്മിറ്റികൾ. വേതന വർധനവിനായി ആചാരസ്ഥാനികർ സമരം തുടങ്ങി. നീലേശ്വരം മലബാർ ദേവസ്വം ബോർഡ് ഓഫീസിന് മുന്നിൽ ഉപവാസ സമരം നടന്നു. അജാനൂർ പഞ്ചായത്തിൽ സേവാഗ്രാം ഗ്രാമകേന്ദ്രങ്ങൾ തുടങ്ങി. പഞ്ചായത്ത് തല ഉദ്ഘാടനം കൊളവയലിൽ നടന്നു. പാലക്കുന്ന് ഭഗവതി ക്ഷേത്രം പൂച്ചക്കാട് പ്രാദേശിക സമിതിയുടെ കുടുംബസംഗമം നടന്നു. ഇടത്തോട് ചോയ്യങ്കോട് റോഡിൽ ദുരിതം. കാലിച്ചാനൊടുക്കത്ത് നാട്ടുകാരുടെ ഉപരോധം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.